കാസർഗോഡ് കുമ്പള നായ്ക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിലുണ്ടായ കവർച്ചയിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയ അന്വേഷണ സംഘം. ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കവർച്ചക്കാരുടെ നിന്ന് കരുതുന്ന നിരവധി വിരലടയാളങ്ങൾ കണ്ടെത്തി. കാസർഗോഡ് ബാറിലെ അഭിഭാഷക ചൈത്രയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് 29 പവൻ സ്വർണം, അതോടൊപ്പം വെള്ളിയും പണവും ഉൾപ്പെടെ കവർന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഏറ്റവും വലിയൊരു ആക്ഷേപം നിലനിൽക്കുന്നത് കുമ്പള ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കവർച്ചാ സംഘങ്ങൾ സജീവമായിട്ടും പോലീസ് ചെറുവിരൽ അനക്കുന്നില്ല, നടപടി സ്വീകരിക്കുന്നില്ല. ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അതിനിടെയാണ് ഇത്തരമൊരു നിർണായക തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ടോമെ, ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ അഭിഭാഷകയായ ചൈത്രയുടെ വീട്ടിൽ കവർ ചെയ്തത്. ഇപ്പോൾ പുതുതായി നമുക്ക് ലഭിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് കാഞ്ഞങ്ങാട് മടിയൻകൂലം ക്ഷേത്രത്തിൽ വലിയ കവർച്ച നടത്തിയിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഭണ്ഡാരം, അത് 2 ഭണ്ഡാരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു വലിയ ഭണ്ഡാരവും ഒരു ചെറിയ ഭണ്ഡാരവും. ഇത് രണ്ടും കുത്തി തുറന്ന് പണം അതിൽ നിന്നും മോഷ്ടിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതുതായ ഒരു വാർത്ത കൂടി വരുന്നു. അതായത് ഇന്നലെയാണ് ചൈത്രയുടെ വീട്ടിൽ കവർച്ച നടന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 29 പവൻ സ്വർണം, അതോടൊപ്പം വെള്ളി, പണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ, അതായത് 35 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു കവർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ആശങ്കയുണ്ടാക്കുന്ന രീതിയിൽ കാഞ്ഞങ്ങാട്ട് ഇപ്പോൾ ഒരു കവർച്ച നടന്നിരിക്കുന്ന എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും ഈ ചൈത്രയുടെ വീട്ടിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിലാണ് നിരവധി വിരലടയാളങ്ങൾ ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ മോഷ്ടാക്കളേക്ക് എത്താൻ സഹായിക്കും എന്നാണ് പോലീസ് കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ, നിർണായകമായ CCTV ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. വീടിന് സമീപത്തായുള്ള ഇടങ്ങളിൽ നിന്നും അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നു. എന്തായാലും ഈ പോലീസ് നായ ഇവിടെ നിന്നും മണം പിടിച്ച് ഗേറ്റിന് തൊട്ട് പുറത്ത് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വാഹനത്തിൽ എത്തിയവരാണ് ഈ കവർച്ച നടത്തിയെന്ന ഒരു നിഗമനത്തിൽ കൂടി പോലീസ് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വിരലടയാളം, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിരവധി വിരലടയാളം, അത് കേസിന് തുമ്പുണ്ടാക്കാൻ സാധിക്കും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് പോലീസിന് ഉള്ളത്. ആ രീതിയിലുള്ള ഒരു അന്വേഷണം, പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് കൂടുതൽ പോലീസ് സംഘങ്ങളെ ഉപയോഗിച്ച് ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ കുമ്പള നായ്ക്കാപ്പിൽ തന്നെ ക്ഷേത്രത്തിൽ കവർച്ച നടന്നിരുന്നു, കവർച്ചാ ശ്രമം നടന്നിരുന്നു, അവിടെ വീടുകളിൽ കവർച്ച നടന്നിരുന്നു. പക്ഷേ ഇതിലൊന്നും പോലീസിന് മോഷ്ടാക്കളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. വലിയ വിമർശനം ഇതിനെതിരെ ഉയർന്നിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ നൽകിയ റിപ്പോർട്ടിലും അത്തരം നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു. ഇതിലൊന്നും മോഷ്ടാക്കളെ പിടികൂടാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായത്. അങ്ങനെയാണ് ഈ കേസ് അന്വേഷണം ഊർജിതമാക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിരലടയാളം അത് ഏതെങ്കിലും നേരത്തെയുള്ള ഇവരുടെ ഡാറ്റയിലുള്ള ഏതെങ്കിലും മോഷ്ടാക്കളുടേതാണോ, അങ്ങനെ ഒരു അന്വേഷണം കൂടി നടക്കുന്നു. ഏതായാലും മോഷ്ടാക്കളെ ഉടൻ പിടികൂടാനാകും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇതിനിടയിലാണ് കാഞ്ഞങ്ങാട് ഇപ്പോൾ ഈ ഒരു കവർച്ച കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മടിയൻകൂലം ശ്രീ ക്ഷേത്രപാലകേശ്വര ക്ഷേത്രം. അവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വലിയ തോതിലുള്ള പാട്ടുത്സവം എന്ന് പറയുന്ന ഒരു ഉത്സവം നടന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ 2 ഭണ്ഡാരങ്ങൾ, അത് ഒരു വലിയ ഭണ്ഡാരവും ഒരു ചെറിയ ഭണ്ഡാരവും, സ്റ്റീലിന്റെ ഭണ്ഡാരമാണ്, അതിലുണ്ടായിരുന്ന പണമാണ് മോഷ്ടിച്ചത്. ഏതായാലും ഈ പാട്ടുത്സവവുമായി ബന്ധപ്പെട്ട് വലിയ തുക ഈ ഒരു ഭണ്ഡാരത്തിൽ വന്നിട്ടുണ്ട്. അത് നേരത്തെ എടുത്തിരുന്നു എന്നാണ് ഈ അമ്പല കമ്മിറ്റി ആളുകൾ പറയുന്നത്. അതിനുശേഷം ഈ ഭണ്ഡാരത്തിൽ വീണ പണമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഏതായാലും കാഞ്ഞങ്ങാട് പോലീസാണ് ഇത് സംബന്ധിച്ച് കേസെടുത്തിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും മോഷണം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ വ്യാപകമാവുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ തുടർച്ചയായ രണ്ടാം ദിവസവും ഒരു കവർച്ചാ കേസ് റിപ്പോർട്ട് ചെയ്തു എന്നതിന്റെ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്നാലും ഈ ചൈത്രയുടെ രണ്ടാം ദിവസവും കാസർഗോഡ് ജില്ലയിൽ കവർച്ച നടക്കുന്നു. കുമ്പളയിലെ അഭിഭാഷകയുടെ വീട്ടിൽ നടന്ന കവർച്ചയിൽ നിർണായക തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. കാരണം പ്രത്യേകിച്ച് സ്വർണത്തിനൊക്കെ ഇത്രയധികം വില കൂടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. കവർച്ചാ സംഘങ്ങൾ വ്യാപകമായൊരു പശ്ചാത്തലത്തിൽ പലപ്പോഴും ആളുകൾ ഭീതിയോടെ കിടന്നുറങ്ങേണ്ട സാഹചര്യമുണ്ട്. പോലീസ് അടിയന്തരമായി കേസുകളിൽ ഇടപെടണം, പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.